എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഒരു ചെറിയൊരു ടി വി വരുന്നുണ്ട്. ടിവിയും അതിനോടനുബന്ധിച്ച് ഒരു കബോർഡും വരുന്നുണ്ട്. അപ്പോൾ അത് പണി നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിത് സ്റ്റാർട്ടിംഗ് മുതൽ കാണിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നാളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു ഉപകാരപ്രദമായെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. കാരണം നമുക്ക് എത്രത്തോളം അതിന്റെ തുടക്കം മുതൽ എങ്ങനെ സ്ട്രോങ് ആക്കാം എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ കാര്യമാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. പലർക്കും ഇതറിയാം, എങ്കിലും പലരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവാം. എങ്കിലും ഇതിനെക്കുറിച്ച് അറിയാത്ത എന്നെ അറിവില്ലാത്ത ഞങ്ങളെപ്പോലെ കുറെ ആളുകൾ തന്നെ ഇതിനുള്ളിലുണ്ടാവും. അപ്പൊ അവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുകയാണെങ്കിൽ അത് അങ്ങനെ ആവട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എത്രത്തോളം ഹൈറ്റാണ് ഒരു കബോർഡ് വരുന്നത്. ഇതിലാണ് നമുക്ക് ടി വി കണ്ടത്. അപ്പൊ ചെറിയൊരു പാർട്ടിഷൻ ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ഫില്ലർ ഉണ്ടായിരുന്നു. ആ ഫില്ലർ കവറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ അങ്ങനെ ഒരു ബോക്സ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ പിന്നെ ആ ടി വി മാത്രം എടുക്കുന്ന ഒരു ഷോ ഉണ്ടാകില്ല എന്ന് കരുതിയിട്ട് ഇവിടെ ചെറിയൊരു പാർട്ടിഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വീതി കുറഞ്ഞൊരു പാർട്ടീഷനാണ് കൊടുക്കുന്നത് എങ്കിൽ അത് പ്ലൈവുഡിലോ മൾട്ടിവുഡിലോ ചെയ്താൽ നമുക്കത് വേണ്ടമായി സ്ട്രോങ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് കാലങ്ങൾ കൊണ്ട് അത് വളയാം എന്നുള്ളൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ട്. പണി കഴിയുമ്പോഴല്ല, പണി കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കുമ്പോൾ അതിന് അപാകതകൾ സംഭവിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു അപാകത സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ ഇരുമ്പ് ഫ്രെയിം വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇതിന് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് 1.5 വീതിയും 3/4 കനമുള്ള ഒരു ഇരുമ്പിന്റെ ഫ്രെയിമാണ്. ഇനി ഇതിന്റെ 2 സൈഡിലും ഞങ്ങൾ മൾട്ടിവുഡ് വെച്ചിട്ട് കവർ ചെയ്യും. അതായത് ഇതുപോലെ ഞങ്ങൾ മൾട്ടിവുഡ് വെച്ചിട്ട് 2 സൈഡും കവറേജ് ഫ്രണ്ടും കവർ ചെയ്തിട്ട് അപ്പൊ നമുക്കത് വളരെ കനം കുറഞ്ഞ ഒരു ബോർഡായിട്ട് പാർട്ടീഷനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അത് ചെയ്തതിന് ശേഷം ഇതിന് മുകളിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മൈക്ക് ഒട്ടിക്കാം. അങ്ങനെ നമുക്ക് ഇത് വേണ്ട രീതിയിൽ ഇഷ്ടപ്പെട്ട കളറിലേക്ക് നമുക്ക് ഇത് മാറ്റിയെടുക്കാം. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഇരുമ്പിന്റെ ഫ്രെയിമോ മറ്റു കാര്യങ്ങളോ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഇരുമ്പിന്റെ ഫ്രെയിം നമുക്ക് ഇതിനുള്ളിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെലവ് കുറഞ്ഞിട്ടും വളരെ സ്ട്രോങ് ആയിട്ടും ഒരുപാട് നാളും കേടുപാടുകളൊന്നും ഇല്ലാതെ നീണ്ടു നിൽക്കാനും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഇതുപോലെ ഫ്രെയിം ചെയ്താൽ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ ആണ്. പിന്നെ മൊത്തം പണി കഴിഞ്ഞുള്ള ഒരു വീഡിയോ ഞാൻ ഇതിന് ശേഷം എടുത്തിടുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ ഇനി ഇത് എത്രത്തോളം സ്ട്രോങ് ആക്കാൻ വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതിൽ മൊത്തം സ്ക്രൂ കൊടുത്തിട്ടുണ്ട് വാളിലേക്ക് പോകുന്നത്. പിന്നെ ഇവിടെ ഞങ്ങൾ റാക്ക് ബോൾട്ട് അല്ലെങ്കിൽ ബേസൺ ബോൾട്ട് എന്ന് പറയുന്ന സാധനമാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് നിലത്തേക്ക്. അതുകൊണ്ട് തന്നെ എങ്ങനെ കുത്തിയാലും എന്ത് ചെയ്താലും ഇതിനൊന്നും ഒന്നും സംഭവിക്കില്ല. അതേ റാക്ക് ബോൾട്ട് ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിലേക്ക് ഞങ്ങൾക്ക് എത്രത്തോളം സ്ട്രോങ് ആക്കാൻ കഴിയും അതും ചെയ്തിട്ടുണ്ട്. റാക്ക് ബോൾട്ട് കൊടുക്കാൻ കഴിയുന്നിടത്ത് ഞങ്ങൾ റാക്ക് ബോൾട്ടും കൊടുത്തിട്ടുണ്ട്. ഇത് എത്രത്തോളം സ്ട്രോങ് ആണെന്ന് ചോദിച്ചാൽ ഇത് വളരെയധികം സ്ട്രോങ് ആണ്. ഇനി ഇത് മേൽഭാഗം ഇതിങ്ങനെ നിന്നാൽ തൂങ്ങുകയോ വളയില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഇങ്ങനെ ഒരാൾ തൂങ്ങി നിന്നാലും ഇതിനൊന്നും സംഭവിക്കില്ല. അത്രത്തോളം നിങ്ങൾക്കത് സ്ട്രോങ് ആണ്. ഇനി അതിന് മുകളിലേക്ക് കനം കുറഞ്ഞ പ്ലൈവുഡോ അല്ലെങ്കിൽ മൾട്ടിവുഡോ ഉപയോഗിച്ചിട്ട് കവർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ മൈക്ക് ഒട്ടിച്ചിട്ട് നിങ്ങളുടെ ആഗ്രഹം പോലെ ഭംഗിയാക്കി മാറ്റാവുന്നതാണ്.